അവിടെ വിവരാവകാശത്തിന്റെ നിയമപ്രകാരം അപേക്ഷ കൊടുത്താലേ റിപ്പോർട്ട് തരാൻ കഴിയുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നും നിൽക്കുന്നത്, ഇതുവരെ നിന്നതുപോലെ തന്നെ. അപ്പം ഇനി ഇവിടെ നിന്നൊക്കെ സമരം മാറ്റി വീണ ജോർജിന്റെ മന്ത്രിന്റെ വീട്ടിലേക്ക് സമരം ആക്കിയാലോ എന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഞാൻ പിന്തിരിഞ്ഞു നിൽക്കില്ല. എന്തായാലും പ്രതികളുടെ കൂടെയല്ല, അതിജീവിതക്കൊപ്പമാണെന്നുള്ളത് ഞാൻ എന്തായാലും തെളിയിക്കും. അത് ഈ ട്രൈബ്യൂണലിന്റെ ഉത്തരവല്ല ഇങ്ങനെ ഇത് ഇവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനുള്ള കാരണം, അതിന് സർക്കാരിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും? അല്ല, ട്രിബ്യൂണലിന്റെ ഉത്തരവില് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ DMEയുടെ റിപ്പോർട്ടും മൊത്തത്തിൽ സർക്കാർ അനുകൂലമായിട്ട് ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള 3 സ്റ്റാഫിനെ പ്രൊമോഷൻ തടഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. അത് മുഴുവൻ പ്രതിഫലിക്കുന്ന ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ട്രിബ്യൂണലിലും സർക്കാർ സംവിധാനങ്ങൾ എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്, അതുകൊണ്ടാണ് ട്രിബ്യൂണലിലും അങ്ങനെ ഒരു ഉത്തരവ് വന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കേസിലെ പ്രധാന പ്രതിയെ പുറത്താക്കുന്നതിനിടയിൽ സർക്കാർ ഒപ്പമല്ല എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ 3 ആളുകളുടെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്ത് ഇവരെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണേണ്ടത്? നമ്മൾ അത് തന്നെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് കാണുന്നത്. 3 ആളുകൾക്കുള്ള പ്രൊമോഷൻ റദ്ദ് ചെയ്ത് ഈ പ്രതികളെ മെഡിക്കൽ കോളേജ് കോഴിക്കോടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആരുടെ താല്പര്യമാണ്? അപ്പൊ ആർക്കൊപ്പമാണ് സർക്കാർ ഉള്ളത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ അവസാനമായിട്ട് IG-യുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിൽ പോലും ഈ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അപ്പം അതിന്റെ അർത്ഥം അവര് പ്രതികൾക്ക് ഒപ്പം തന്നെയാണെന്നാണ്. അല്ല, എത്ര ഗൗരവമാണ് ഈ ജീവനക്കാർക്കെതിരായ കുറ്റം? അവര് എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? കാരണം പ്രധാന പ്രതിയെ സർവീസിൽ നിന്ന് നീക്കി വിചാരണ നടക്കുന്നു, ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അവരെന്താണ് അത്രമേൽ വലിയ കുറ്റം ചെയ്തത്? അവര് കുറ്റം ചെയ്തതെന്ന് വെച്ചാല് ഈ പീഡിപ്പിക്കപ്പെട്ട എന്നെ വന്നിട്ട് പിന്നെയും പീഡിപ്പിച്ചു എന്നാണ് പറയാന്. കാരണം മാനസികമായും ശാരീരികമായിട്ടും അവര് എന്നെ അത്രത്തോളം മോശമാക്കി. എന്റെ ഹസ്ബൻഡിനോട് പോലും ഞങ്ങൾ എന്തെങ്കിലും കാശ് തരാം, നിങ്ങളിത് ഇല്ലാതാക്കണം, ഈ കേസ് ഇല്ലാതാക്കണം എന്ന് പോലും. അതുപോലെ നിങ്ങൾ ഹസ്ബൻഡിന്റെ കൂടെ കിടന്നതല്ലേ, ഇതുപോലൊക്കെ ഹസ്ബൻഡ് നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ അത്രത്തോളം എന്റെ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച ഒരാളെ ഞാൻ വെറുതെ വിടാനാണോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. അവര് ചെയ്തത് തെറ്റല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? സർക്കാർ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ അതാണല്ലോ കാണുന്നത്. അവര് ചെയ്ത് നിങ്ങൾ ആരെ പീഡിപ്പിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലെ, ആ ഏത് അതിജീവിതകളായാലും അവര് കുറച്ച് ദിവസം ഈ കേസിന്റെ പുറകെ നടന്ന് പിന്നെ അവര് മിണ്ടാതെ ആയിക്കോളും എന്നാണ് സർക്കാർ കരുതുന്നത്. സർക്കാർ അനുകൂലിക്കാതെ അവരെ പിന്നെയും തിരിച്ചെടുക്കാൻ പ്രിൻസിപ്പളിനാവില്ലല്ലോ. അപ്പം അതില് സർക്കാർ ഇടപെട്ടത് കൊണ്ടാണല്ലോ, DME സർക്കാർ തന്നെയാണല്ലോ. അപ്പൊ DME ഒക്കെ അനുകൂലിച്ചത് കൊണ്ടാണല്ലോ അവരെ പിന്നെയും തിരിച്ചെടുത്തത്. സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിക്കില്ല. ആരോഗ്യവകുപ്പിനോട് ഇപ്പൊ ഒരു പരാതി, ഇപ്പൊ ഒരു സ്റ്റാഫ് ഏതെങ്കിലും ആരോഗ്യവകുപ്പിലുള്ള ഒരാള് അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള ഒരാള് ഒരു ട്രിബ്യൂണലിൽ പോയാൽ അതിന്റെ ഒരു മറുപടി ഉണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിന് അല്ലെങ്കിൽ DMEയുടെ റിപ്പോർട്ട് ചോദിക്കല്ലോ. ആ റിപ്പോർട്ട് അനുകൂലമായി കൊടുത്തു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, റിപ്പോർട്ട് അനുകൂലമാവുക എന്ന് ഞങ്ങൾ പറയുന്നത് റിപ്പോർട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നടപടിയായിട്ടാണല്ലോ 3 ആളുകളുടെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്ത് ഇവരെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നീക്കിക്കൊടുത്തു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ ആരോഗ്യമന്ത്രിയുടെ മുമ്പിൽ സമരം നടത്തുന്ന തീരുമാനിച്ച കാര്യമാണ്. ഇല്ല, അത് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചനയിലുണ്ട്. സമയം തീരുമാനിച്ചിട്ടില്ല. നടത്തും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെരുവിൽ ഒരുപാട് ഈ അതിജീവിത അലഞ്ഞ് സമരം ചെയ്തു. ഒരു നീതിക്ക് വേണ്ടി ഒരു അതിജീവിതകള് ടൗണിലും അതല്ലെങ്കിൽ പിന്നെ ഫുട്പാത്തിലും പ്ലക്കാർഡ് പിടിച്ചു നടക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ നിലവിൽ നമ്മൾ കാണുന്നത് നീതി ലഭിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇനി മന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ തന്നെ ഇരിക്കാമെന്നാണ് തീരുമാനം.